ഗാസയ്ക്കെതിരായ യുദ്ധത്തിനിടെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആസൂത്രിതമായി നശിപ്പിച്ചും ലൈംഗിക അതിക്രമത്തെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചും ഇസ്രയേൽ വംശഹത്യ നടത്തിയതായി ഐക്യരാഷ്ട്രസഭ. പുതിയ ജനങ്ങൾ തടയാനുള്ള നടപടികൾ ഏർപ്പെടുത്തി പലസ്തീനുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ഇസ്രയേൽ ഭാഗികമായി നശിപ്പിച്ചു. പ്രതിരോധ സേനയുടെ നടപടികൾ മാതൃമരണങ്ങളുടെ വർധനവിന് കാരണമായെന്നും ഇത് ഉന്മൂലന കുറ്റകൃത്യമാണെന്നും സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെ ഭാഗമായി സുരക്ഷാ സേന സ്ത്രീകളുടെ വസ്ത്രം പൊതു ഇടങ്ങളിൽ വെച്ച് നിർബന്ധിതമായി അഴിച്ചുമാറ്റിയെന്നും അവരെ ലൈംഗികമായി ആക്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസയിലെ പ്രധാന ഫെർട്ടിലിറ്റി കേന്ദ്രത്തിനെതിരായ ആക്രമണം ബോധപൂർവമായിരുന്നു. സുരക്ഷിതമായ ഗർഭധാരണം, പ്രസവം, നവജാത ശിശു സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ സഹായ വിതരണം തടഞ്ഞു. ഇസ്രയേലിന്റെ നടപടികൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുരുതരമായ ശാരീരിക മാനസികാഘാതങ്ങൾക്ക് കാരണമായി. പലസ്തീനികളുടെ മാനസികാരോഗ്യത്തിലും പ്രത്യുൽപാദന സാധ്യതകളിലും ഇവ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 2023 ഡിസംബറിലാണ് ഗാസയിലെ ഫെർട്ടിലിറ്റി ക്ലിനിക്കായ അൽബസ്മ IVF സെന്റർ ആക്രമിക്കപ്പെടുന്നത്. പ്രതിമാസം 2000 മുതൽ 3000 വരെ രോഗികൾക്ക് സേവനം നൽകിയിരുന്ന ക്ലിനിക്കിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 4000 ഭ്രൂണങ്ങൾ നശിച്ചതായും റിപ്പോർട്ടുണ്ട്. ക്ലിനിക്കിൽ ഹമാസിന്റെ ഒളിത്താവളം ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിരോധ സേനയുടെ നടപടി. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗിച്ചതിന് വിശ്വസനീയമായ തെളിവുകളൊന്നും അന്വേഷണ സമിതിക്ക് ലഭിച്ചില്ല. ലൈംഗികാതിക്രമത്തിന് ഇരയായവരിൽ നിന്നും സാക്ഷികളിൽ നിന്നും മൊഴികൾ ശേഖരിച്ചതിനു ശേഷമാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം UN റിപ്പോർട്ട് വ്യാജ അസംബന്ധമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരുന്നു. UN മനുഷ്യാവകാശ കൗൺസിൽ ഇസ്രയേൽ വിരുദ്ധമായ ഭീകരതയെ പിന്തുണയ്ക്കുന്ന അപ്രസക്തമായ ഒരു സ്ഥാപനമാണെന്നും നെതന്യാഹു വിമർശനമുന്നയിച്ചിരുന്നു. ഹമാസ് നടത്തിയ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളിലും യുദ്ധക്കുറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഗാസയിലെ പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന തെറ്റായ ആരോപണങ്ങൾ, അസംബന്ധ അവകാശവാദങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഐക്യരാഷ്ട്രസഭ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.